സുന്നി ഐക്യത്തിന് സാധ്യതകൾ തെളിയിച്ച് മറുവിഭാഗം സംസ്ഥയുടെ പുതിയ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ശംസുൽ ഉലമയുടെ ജീവിതകാലത്ത് തന്നെ ഐക്യത്തിനായുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തോടെയും നിർദ്ദേശത്തോടെയും താനും കുറച്ചാളുകളും മർക്കസിൽ വന്നതായും ചർച്ചകൾ നടത്തിയതായും പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇപ്പോഴും അതേ അവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിർഭാഗ്യവശാലാണ് ഐക്യം നടക്കാതെ പോയതെന്ന് പറഞ്ഞ അദ്ദേഹം കാരണം വ്യക്തമാക്കാൻ തയ്യാറായില്ല. ആലിക്കുട്ടി മുസ്ലിയാരുടെ വാക്കുകളിലേക്ക്. ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സമസ്തയുമായി വേറുപെട്ട സന്ദർഭം തന്നെ. ആ സന്ദർഭത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട ഹൈദറൂസ് മുസ്ലിയാർ, സുന്നി യുവന സംഘത്തിൽ എന്റെ മുമ്പ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം, സമസ്തയിലെ ഒരു വലിയ നേതാവ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞാൻ അടക്കമുള്ള കുറച്ചാളുകൾ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സ്ഥാപനത്തിലേക്ക് മർക്കസിലേക്ക് ഞങ്ങൾ അവിടെ തന്നെ പോയിട്ടുണ്ട്. അവിടെ പോയി ചർച്ച ചെയ്തിട്ടുണ്ട്. അകന്നു പോയാൽ അതങ്ങനെ കൂടുതൽ അകൽച്ച വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് സംഘടനയെ അടുപ്പിച്ച് നിർത്തണം എന്ന നിലക്കായിരുന്നു ഞങ്ങളുടെ സംസാരം. ഏകദേശം അനുകൂലമായ രൂപത്തിലെത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ ദൈവവിധി, അള്ളാഹുവിന്റെ ഖള അനുസരിച്ച് അത് നടന്നില്ല. ഏതെങ്കിലും ഒരു തരം അനുരഞ്ജനം സാധ്യമാകാതെ പോകുന്നത് ഒരു വിഭാഗത്തിന്റെ കടുംപിടുത്തമോ അല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ലായ്മ ആയിരിക്കണമല്ലോ. അങ്ങനെ ആയിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നമ്മളിപ്പോ ഒരു പൊതു സ്റ്റേജിൽ അത് പറയുന്നത് സുഖല്ല എന്നുള്ള നിലയിൽ ഒരു വിഭാഗത്തിന്റെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഐക്യശ്രമത്തെ ചില ആളുകൾ എതിർത്തിരുന്നുവെങ്കിലും ശംസുൽ ഉലമയടക്കം മസ്ലഹത്താണ് ഗുണകരമെന്ന് പറഞ്ഞു. ഐക്യമാവാം എന്ന ചിന്താഗതി അസ്തമിച്ചിട്ടില്ല, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും ആലിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞു. അതിനെ ചില ആളുകളൊക്കെ എതിർത്തിരുന്നെങ്കിലും ശംസുൽ ഉലമ അടക്കമുള്ള ആളുകൾ വസ്സുൽഹു ഖൈർ, മസ്ലഹത്തായി പോവുക, നന്നായി പോവുക എന്നുള്ളത് തന്നെയാണ് ഗുണകരം എന്ന നിലപാടാണ്. സമസ്തയില് ആ ചിന്താഗതി അസ്തമിച്ചിട്ടില്ല. അതങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. ആലിക്കുട്ടി മുസ്ലിയാരുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയും മറ്റു മാധ്യമങ്ങളും വൻ പ്രാധാന്യത്തോടെയാണ് ചർച്ച ചെയ്തത്. ആലിക്കുട്ടി മുസ്ലിയാരുടെ ഈ ആശയത്തെ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ സ്വാഗതം ചെയ്തു. ഇന്നലെ കൊച്ചി മറൈൻ ഡ്രൈവിൽ നടന്ന മുസ്ലിം ജമാഅത്ത് നയപ്രഖ്യാപന സമ്മേളനത്തിലാണ് കാന്തപുരം ഉസ്താദ് ഇക്കാര്യം പറഞ്ഞത്. ഐക്യം വാക്കിൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്, ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രണ്ട് കക്ഷിയായി പിരിഞ്ഞു. കുറെ കാലമായി അതിന്റെ പ്രവർത്തനം അങ്ങനെ നടക്കുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സംഘടന ഇവിടെ പലതും ഉണ്ട്. സമസ്ത മാത്രമല്ല, വേറെയും പല സംഘടനകളും ഉണ്ട്. എന്നാൽ എല്ലാ സംഘടനകളും സംഘടനകളായി തന്നെ പ്രവർത്തിക്കട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കുക എന്ന് ഞങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ അന്ന് ഞങ്ങളെ തമാശയാക്കി, അന്ന് ഞങ്ങളെ പരിഹസിച്ചു, ഞങ്ങൾ വാക്കിനെ അർത്ഥം മാറ്റി. അൽഹംദുലില്ലാ, ഇന്ന് ആ സമസ്തയുടെ, ഞങ്ങളുടെ ഓപ്പോസിറ്റ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി തന്നെ ആശയത്തിൽ യോജിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാനതിന് 1000 വട്ടം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് സ്വാഗതമാണ്, ഞങ്ങൾക്ക് ഒരുക്കമാണ്. എപ്പോഴും അതാണ് വേണ്ടത്. അത് വെറും വാക്കിലൂടെ പോരാ, പ്രവൃത്തിയിലൂടെ വേണം. അങ്ങനെ യോജിച്ചുകൊണ്ട് ഈ നാട്ടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നാം എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. ഇലക്ഷൻ മുമ്പിലുള്ളത് കൊണ്ട്